സഖാവ് അനിൽകുമാർ ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വൈയക്തികമായ അഭിപ്രായമാണ്. അത് പാർട്ടിയുടെ ആകെ നിലപാടാണ് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. ആ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഘടകത്തിൽ കൂടി പറയും. നേരത്തെ ഗോവിന്ദ മാഷ് സൂചിപ്പിച്ചല്ലോ, അതിലെല്ലാമുള്ള ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് കൺസോളിഡേറ്റ് വരിക. എന്നാൽ അദ്ദേഹം പറഞ്ഞ ചില ആശയങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു മുസ്ലിം ലീഗ് അങ്ങനെ മതപരമായിട്ടുള്ള വർഗീയത വളർത്തുന്നുണ്ടോ. ഞാൻ എൻ്റെ അനുഭവം പറയട്ടെ സ്മൃതി. ഞാൻ മത്സരിച്ച മണ്ഡലത്തിൽ ലീഗിൻ്റെ ആളുകൾ മുസ്ലിം വീടുകളിൽ പോയിട്ട്, പ്രത്യേകിച്ച് അതിൻ്റെ വനിതാ പ്രവർത്തകർ പറഞ്ഞത്, ഞാൻ നിരീശ്വരവാദിയാണ്, ഞാൻ അമ്മ മരിച്ചിട്ടും പള്ളിയിൽ പോയിട്ടില്ല, ഞാൻ മൂത്രമൊഴിച്ചാൽ ഈ ഇസ്ലാം മത വിധിപ്രകാരമുള്ള വൃത്തിയാക്കൽ നടത്താറില്ല, ഇങ്ങനെയൊക്കെ വ്യക്തിപരമായിട്ട് എങ്ങനെയെല്ലാം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ എന്നെക്കുറിച്ച് ഒരു അവമതിപ്പുണ്ടാക്കാൻ കഴിയും. ഈ ക്യാമ്പയിനാണ് അവർ നടത്തിയത്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. എൻ്റെ ഏട്ടൻ്റെ ഭാര്യ അവർ ഒരു ലീഗ് അനുഭാവികളാണ്. അവർ ഈ ലീഗിൻ്റെ കുടുംബയോഗത്തിൽ പങ്കെടുത്തു. ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് എൻ്റെ ബൂത്തിലെ കുടുംബയോഗത്തിൽ പങ്കെടുത്തു. അവിടെ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം സെക്രട്ടറി സത്താർ വടക്കുംപാട് എന്ന് പറയുന്നയാൾ പ്രസംഗിച്ചത് അവർ നേരിട്ട് കേട്ടു. എന്നിട്ട് അവരെന്നോട് വന്ന് പറയുകയാണ്, ഇതാണ് നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കാസർഗോഡ് അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നത് ഷാനവാസ് പാദൂർ. നേരത്തെ കോൺഗ്രസ് ആണ്, അവർ വലിയ കോൺഗ്രസ് ഫാമിലിയാണ്. ഒരു 5-6 വർഷം മുമ്പാണ് അദ്ദേഹം ഇടതുപക്ഷത്തോട് അടുക്കാൻ തുടങ്ങിയത്. അദ്ദേഹം ഇപ്പോഴും CPM മെമ്പറൊന്നുമല്ല. അദ്ദേഹം 5 വർഷം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു കാസർഗോഡ്. അദ്ദേഹത്തെക്കുറിച്ച് ഇതേപോലെ വനിതാ ലീഗിൻ്റെ നേതാവ് പ്രസംഗിച്ച വീഡിയോ നിങ്ങൾ ഉൾപ്പെടെ സംപ്രേഷണം ചെയ്തതാണ്. എന്താ പ്രസംഗിച്ചത്? ഈ ഷാനവാസ് പാദൂർ മുനാഫിക്കാണ് എന്ന് പറഞ്ഞാൽ അത് ആ അറബി വാക്കിൻ്റെ അർത്ഥം കപട മതവിശ്വാസിയാണ്, കപട വിശ്വാസിയാണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇത്തരം ജാഗ്രൻസ് ലീഗ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇതേ കാസർഗോട്ടെ മറ്റൊരു വീഡിയോ റിപ്പോർട്ടർ ചാനൽ പുറത്തു കൊണ്ടുവന്നതാണ്. അവിടെ ലീഗിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അവിടെ അവതരിപ്പിക്കുന്ന എങ്ങനെയാണ് ലീഗിൻ്റെ മണ്ഡലം സെക്രട്ടറി. അദ്ദേഹം പറയുന്നു, ഇവർ 5 നേരം നിസ്കരിക്കുന്നയാളാണ്, ഇവർ നോമ്പനുഷ്ഠിക്കുന്നയാളാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു വനിതയാണ് ഞങ്ങളിതാ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച ഒരാളെക്കുറിച്ച്, പ്രസംഗിക്കുന്ന പാർട്ടിയെക്കുറിച്ച് പിന്നെ എന്തു പറയണം?